നമുക്ക് അടുത്ത് നോക്കാം ഡെവലപ്മെന്റ്. ഡെവലപ്മെന്റിന്റെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ ഡെവലപ്മെന്റിന്റെ പ്രിൻസിപ്പിൾ പൊതുവെ ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ കൂടിയാണ്. പിന്നെ നല്ല രസമായിട്ട് പഠിക്കാവുന്ന ഒരു കാര്യമാണ് ഈ ഡെവലപ്മെന്റ് പ്രിൻസിപ്പിൾ. നമ്മൾ ഡെവലപ്മെന്റ് എന്താണെന്ന് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ഇതിൽ ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, സോ ഡെവലപ്മെന്റ് എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്? നമ്മുടെ ഒരു എന്താ പറയാ, ഒരു സീരീസ് ഓഫ് ചേഞ്ചസ് ഇൻ എ പെർട്ടിക്കുലർ പാറ്റേൺ എന്നാണ് പറഞ്ഞത്. ഹെർലോഗിന്റെ ഡെഫിനിഷൻ ഓർമ്മയില്ലേ? ഡെവലപ്മെന്റ് ഈസ് അബൌട്ട് വാട്ട്? എ സീരീസ് ഓഫ് ചേഞ്ചസ്, പ്രോഗ്രസീവ് ചേഞ്ചസ് ഹാപ്പനിങ് ഇൻ എ പെർട്ടിക്കുലർ പാറ്റേൺ ഡ്യൂ ടു വാട്ട്? ഡ്യൂ ടു ബോത്ത് ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെന്റ്. ഹെറിഡിറ്റിയുടെയും എൻവയോൺമെന്റിന്റെയും ഇൻഫ്ലുവൻസ് കാരണം ഒരു സീരീസ് ഓഫ് പ്രോഗ്രസീവ് സീരീസ് ഓഫ് ചേഞ്ചസ് ഒരു പെർട്ടിക്കുലർ പാറ്റേണിൽ നടക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞത് അല്ലേ? സോ ഡെവലപ്മെന്റിന്റെ പ്രിൻസിപ്പിൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പറയാം. ഫസ്റ്റ് ഇസ് പ്രിൻസിപ്പിൾ ഓഫ് കണ്ടിന്യൂറ്റി. പ്രിൻസിപ്പിൾ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഡെവലപ്മെന്റ് എപ്പോഴും എന്താണ്? കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സാണ്. അതിനെ നമ്മൾ പറയുന്നത് എന്താണെന്ന് അറിയാമോ? വൂംബ് ടു ടൂംബ് എന്താണ് പറയുന്നത്? വൂംബ് എന്ന് പറഞ്ഞാൽ എന്താ? അമ്മയുടെ ഗർഭപാത്രത്തെയാണ് നമ്മൾ വൂംബ് എന്ന് പറയുന്നത്. ടൂംബോ കവറടക്കുന്ന സ്ഥലവും അല്ലെ? സോ വൂംബ് തുടങ്ങി ടൂംബ് വരെ സംഭവിക്കുന്നതാണ് എന്ത്? ഡെവലപ്മെന്റ്. സോ ഇറ്റ് ഈസ് എ വെരി, യു കൻ സേ ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. അതായത് നമ്മൾ ഉണ്ടാവുമ്പോൾ നമ്മൾ എന്താണ്? ഒരു സിംഗിൾ സെല്ലാണ് നമ്മൾ ഉണ്ടാവുന്നു അല്ലെ? ഈ ഒരു സിംഗിൾ സെല്ലിൽ നിന്ന് നമ്മൾ എന്താകുന്നു? ഒരു ഫുള്ളി ഡെവലപ്ഡ് ഇൻഡിവിജ്വൽ ആകുന്നു. ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ് ആണ്. ഡെവലപ്ഡ് ഇൻഡിവിജ്വൽ എന്ന് പറയുമ്പോൾ ഡെവലപ്മെന്റ് ഫിസിക്കലി മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്താണ്? മെന്റലി, സോഷ്യലി അല്ലെ, ഇമോഷണലി, ഇങ്ങനെ ഡെവലപ്മെന്റിൽ ഒരു സീരീസ് ഓഫ് ഡെവലപ്മെന്റ് ആണ് സംഭവിക്കുന്നത്. ആൻഡ് ഇറ്റ് ഹാപ്പൻസ് ഫ്രം ദ വൂം ടു ദ ടൂം. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് കണ്ടിന്യൂറ്റി. അടുത്തത് എന്താണ്? പ്രിൻസിപ്പിൾ ഓഫ് യൂണിഫോം പാറ്റേൺസ്. യൂണിഫോം പാറ്റേൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? So there is definite or uniform pattern in development even if the rate of development is different. അതായത് ഇപ്പൊ നമ്മൾ നോക്കുകയാണ്, ഒരു കുട്ടി നടക്കുന്നത് അല്ലേ? ഒരു കുട്ടി നടക്കുന്നത് ഇപ്പൊ എങ്ങനെയാ? ആദ്യം എന്താ ചെയ്യുന്നത്? കുട്ടി മുട്ടിലെഴുതുക ചെയ്യുക അല്ലെ? ഇത് ജനറൽ ആയിട്ടുള്ള ഒരു കാര്യമല്ലേ? ഏത് കുഞ്ഞുങ്ങളാണെങ്കിലും ആദ്യം മുട്ടിലെഴുതുകയും പിന്നെ പയ്യെ ഒന്ന് പിടിച്ചു നിന്ന് നോക്കും, പിന്നെ 2 ചുവട് എടുത്തു നോക്കും, 2 ചുവട് മുന്നോട്ട് നടന്നു നോക്കും, പിന്നെയാണ് പിടിച്ചു നടന്ന് പിന്നെ തന്നെ നടക്കുന്നത്. സോ അതിനൊരു പാറ്റേൺ ഉണ്ട് അല്ലേ? ഫസ്റ്റ് സ്റ്റെപ്പ് ഉണ്ട്, സെക്കൻഡ് സ്റ്റെപ്പ് ഉണ്ട്, തേർഡ് സ്റ്റെപ്പ് ഉണ്ട്. സോ അതെന്താണ്? ഒരു യൂണിഫോം ആയിട്ടുള്ള ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട് ഗ്രോത്ത്. പക്ഷേ നെക്സ്റ്റ് പ്രിൻസിപ്പിൾ നോക്കിക്കേ, പ്രിൻസിപ്പിൾ ഓഫ് നോൺ യൂണിഫോം റേറ്റ്. യൂണിഫോം പാറ്റേൺ ഉള്ളപ്പോഴും അതെന്താണ്? ഇറ്റ് ഡസന്റ് ഹാവ് എ യൂണിഫോം റേറ്റ്. യൂണിഫോം റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരേപോലെയാണോ ഡെവലപ്മെന്റ് നടക്കുന്നത്? അല്ല അല്ലെ? ഡെവലപ്മെന്റ് നടക്കുന്നത് എങ്ങനെയാണ്? പലർക്ക് പല ഏജിലാണ് അല്ലെ? ഇപ്പൊ നമ്മൾ പല ഏജ് എന്ന് പറഞ്ഞാൽ മാത്രമല്ല, നമ്മൾ ഫസ്റ്റ് നമ്മൾ നോക്കുമ്പോ എന്താ? ഏറ്റവും കുഞ്ഞു കുട്ടി പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യുന്നത് കാണാം ഫിസിക്കലി അല്ലെ? അത് കഴിഞ്ഞിട്ട് പയ്യെ ഡെവലപ്മെന്റ് ഒരു ഇച്ചിരി ഫിസിക്കലി നമ്മൾ നോക്കുവാണെങ്കിൽ ഇച്ചിരി പതുക്കെ ആയിട്ടുണ്ടാവും. പ്യൂബർട്ടി ആവുമ്പോഴേക്കും പിന്നെയും എന്തായി? പെട്ടെന്ന് ഡെവലപ്മെന്റ് ഉണ്ടായി തുടങ്ങി. സോ അതിന്റെ ഒരു റേറ്റ് ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് യൂണിഫോം എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. പല ഏജ് ഗ്രൂപ്പ്സിൽ, പല സ്റ്റേജസ് ഓഫ് ലൈഫിൽ പല റേറ്റിലാണ് ഇതിന്റെ ഡെവലപ്മെന്റ് നടക്കുന്നത്. സോ പ്രിൻസിപ്പിൾ ഓഫ് നോൺ യൂണിഫോം റേറ്റ്. പിന്നെ എന്താണ്? ഇറ്റ് ഹാപ്പൻസ് ഫ്രം സിമ്പിൾ ടു കോംപ്ലെക്സ്. എന്താണ് നമ്മുടെ സിമ്പിൾ ടു കോംപ്ലെക്സ് എന്ന് പറയുമ്പം? ഡെവലപ്മെന്റ് എങ്ങനെയാണ് നടക്കുന്നത്? സിമ്പിൾ ടു കോംപ്ലെക്സ് എന്ന് പറയുമ്പം ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത്? ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ചെയ്യുന്നത് അല്ലെ? ആദ്യം നമ്മൾ ഓടാനും ചാടാനും ആണോ പഠിക്കുന്നത്? അല്ല. പയ്യെ നടന്നു തുടങ്ങി വീഴാതെ നടക്കാൻ പഠിച്ചു കഴിഞ്ഞാലേ നമുക്ക് ചാടാനും ഓടാനും പറ്റത്തുള്ളൂ. സോ ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്താണ്? എപ്പോഴും സിമ്പിൾ സ്റ്റെപ്സ് ആണ്. അത് കഴിഞ്ഞാണ് നമ്മൾ എങ്ങോട്ട് മാറുന്നത്? കോംപ്ലെക്സ് ആയിട്ടുള്ള സ്റ്റെപ്സിലേക്ക് മാറുന്നത്. സോ ഗ്രോത്ത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് സംഭവിക്കുന്നത്? എപ്പോഴും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും കോംപ്ലെക്സ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. അതായത് നമ്മൾ ഇപ്പം ഈവൻ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ, മാത്സ് പഠിപ്പിക്കുന്നത് നോക്കിയിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ? അഡിഷൻ പഠിപ്പിക്കുമ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത്? സാധനങ്ങൾ കണ്ടിട്ട് ടോഫിയുടെ ഒക്കെ പടം കൊടുത്തിട്ട് 5 ടോഫി വെച്ചു, 2 ടോഫി ഉണ്ട്, 5 + 2 എന്താണ് അല്ലെ? ആദ്യം അങ്ങനെയാ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ പിന്നെ കോഗ്നിറ്റീവ് സ്കിൽസ് ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താ നേരെ തരുന്നത്? 5 + 2 നമ്പർ മാത്രമേ തരത്തുള്ളൂ. സോ ആദ്യം സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞ് പിന്നെ അത് കോംപ്ലെക്സിലേക്ക് അപ്ലൈ ചെയ്യുന്നതാണ് എന്ത്? ഡെവലപ്മെന്റ്. പിന്നെ എന്താ നെക്സ്റ്റ് പറയുന്നത്? പ്രൊസീഡ്സ് ഫ്രം ഹെറ്ററോണോമി ടു ഓട്ടോണോമി. ഹെറ്ററോണോമി എന്ന് പറയുന്നത് എന്താണ്? ഡിപ്പെൻഡൻസി ആണ് ഹെറ്ററോണോമി എന്ന് പറയുന്നത്. ഇപ്പം കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ കുഞ്ഞിന് ഒത്തിരി ഡിപ്പെൻഡൻസി ഉണ്ട് അല്ലെ? ഒരു അമ്മയുടെ കൂടെ അമ്മയില്ലാതെ കുഞ്ഞിന് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. അതിനൊരു കെയർ ടേക്കർ വേണം അല്ലെ? ആ ഒരു കെയർ ടേക്കറിന്റെ കെയർ കാരണം അല്ലെങ്കിൽ ആ കെയർ കൊണ്ട് കുഞ്ഞ് പയ്യെ എന്തായി? പയ്യെ അത് ഓട്ടോണമസ് ആയി. ഓട്ടോണമസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഡിപെൻഡന്റ് ആയി.
ഓക്കെ. സോ ആദ്യം ഒരു ഡിപ്പെൻഡൻസി സ്റ്റേജിൽ നിന്ന് പയ്യെ ഡെവലപ്മെന്റ് ആവുമ്പോൾ എങ്ങോട്ട് പോകുന്നു? ഇൻഡിപെൻഡന്റ് സ്റ്റേജിലേക്ക് വരുന്നു. സോ ഇറ്റ് പ്രൊസീഡ്സ് ഫ്രം ഹെട്രോണോമി ടു ഓട്ടോണോമി. നെക്സ്റ്റ് എന്താ പറയുന്നത്? പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. ഇൻഡിവിജ്വൽ ഡിഫറൻസ് നമ്മൾ എല്ലായിടത്തും കാണുന്നത്. എന്താ ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറയുന്നത്? ഓരോരുത്തർക്കും ഓരോ പോലെയാണ് അല്ലേ? നമ്മൾ ഗ്രോത്ത് എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലാണോ? അല്ല. എവ്രി പേഴ്സൺ ഹാസ് എ ഡിഫറെന്റ് ലെവൽ ഓഫ് തിങ്കിങ് അല്ലെ? എല്ലാവരുടെയും ഡിഫറെന്റ് തിങ്കിങ് ആണ്. എല്ലാവർക്കും കിട്ടുന്ന എൻവയോൺമെന്റ് ഡിഫറെന്റ് ആണ്. അതനുസരിച്ചുള്ള അവരുടെ ഡെവലപ്മെന്റും ഡിഫറെന്റ് ആണ് അല്ലെ? സോ ഓരോരുത്തരുടെയും ജീൻസ് ഡിഫറെന്റ് ആണ്. സോ ഫിസിക്കലി അവർ വളരുന്നതും ഡിഫറെന്റ് ആണ്. നമ്മൾ പറഞ്ഞു വരുന്നത് ലോകത്ത് ഒരാളെ പോലെ വേറൊരാൾ ഇല്ലെന്നാ പറയുന്നത്. സോ ഈച്ച് വൺ ഓഫ് യു, ഈച്ച് വൺ ഓഫ് ദി ഇൻഡിവിജ്വൽ ഇസ് ഡിഫറെന്റ് ഫ്രം അതേഴ്സ്. അത് ഡെവലപ്മെന്റിന്റെ റേറ്റിലും ആണ്. ഏതൊരു ഡെവലപ്മെന്റിന്റെ ഡയമെൻഷൻ എടുത്താലും, ഇപ്പൊ കോഗ്നിറ്റീവ് സ്കിൽസിന്റെ കാര്യം എടുത്താലും പൈക്കും എല്ലാവരുടെയും ഒരുപോലെ ആയിരിക്കുമോ? അല്ല. എന്നാൽ ഫിസിക്കൽ ഡെവലപ്മെന്റ് കാര്യം എടുത്താൽ എല്ലാവരുടെയും ഹൈറ്റ് ഒരുപോലാണോ? അല്ല. അങ്ങനെ ഏതൊരു കാര്യത്തിലും നമ്മൾ എന്താണ് അവിടെ ഒരു ഇൻഡിവിജ്വാലിറ്റി കീപ്പ് ചെയ്യുന്നുണ്ട്. ദർ ഇസ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. പിന്നെ നെക്സ്റ്റ് എന്താണ്? പ്രിൻസിപ്പിൾ ഓഫ് ജനറൽ ടു സ്പെസിഫിക്. ജനറൽ ടു സ്പെസിഫിക് എന്ന് പറയുന്നത് എന്താണ്? ജനറൽ ടു സ്പെസിഫിക് എന്ന് പറയുമ്പം ആദ്യം ഒരു കുഞ്ഞ് ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒന്ന് പിടിക്കാൻ പറയുമ്പോൾ എന്താ ചെയ്യുന്നത്? കുഞ്ഞ് ഫുള്ള് രണ്ട് കൈയൊക്കെ ഉപയോഗിച്ചായിരിക്കും ഒരു സാധനം എടുക്കുന്നത് അല്ലെ? ഒരു പെണ്ണ് നമ്മൾ പിടിക്കാൻ കൊടുത്തു കുഞ്ഞിനെ, അത് തീരെ കുഞ്ഞിന് ഒരു പെണ്ണ് കൊടുത്താൽ എന്താ ചെയ്യുന്നത്? കൈയും കാലും എല്ലാം ഉപയോഗിച്ചായിരിക്കും ആ കുഞ്ഞത് പിടിക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ കുറച്ചുകൂടെ വലുതായി കഴിയുമ്പോൾ ഒരു പെണ്ണ് എങ്ങനെയാ കുഞ്ഞ് പിടിക്കുന്നത്? നമ്മുടെ ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഫുള്ളായിട്ട് ഹാൻഡ് യൂസ് ചെയ്തിട്ടായിരിക്കും പിടിക്കുന്നത് കയ്യിൽ അല്ലെ? കൈ ഫുള്ളായിട്ട് ഇങ്ങനെ ചുരുട്ടി പിടിക്കുന്നതാണ്. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ വലുതാവുമ്പോഴോ അതിന് ഈ പിൻസ്റ്റർ ഗ്രിപ്പ് എന്ന് പറഞ്ഞ് നമ്മുടെ 3 ഫിംഗേഴ്സിൽ ആ പെണ്ണ് പിടിക്കാൻ പഠിക്കും. സോ അതെന്താ പറയുന്നത്? ഒരു ജനറൽ ആയിട്ടുള്ളൊരു സ്കില്ലിൽ നിന്ന് അതിനെ സ്പെസിഫൈ ചെയ്യുന്ന ഒരു രീതിയിലേക്കാണ് ഡെവലപ്മെന്റ് മുന്നോട്ട് പോകുന്നത്. ഓക്കെ. അല്ലെങ്കിൽ നമുക്ക് നോക്കാം, ഒരു ഗ്രോസ് മോട്ടോർ സ്കില്ലിൽ നിന്ന് ഫൈൻ മോട്ടോർ സ്കില്ലിലേക്കാണ് ഡെവലപ്മെന്റ് പോകുന്നത്.